إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിന്റെ നിയമങ്ങളെ യഥാവിധി അനുസരിച്ച് പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയെല്ലാം ഏറെ വേദനയോടെ, സങ്കടത്തോടെ നാം പങ്കുവെക്കുന്ന കാര്യങ്ങളിലൊന്നാണ് റോഡുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആരോഗ്യപരമായ ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം അപകടങ്ങൾ എങ്ങനെ കുറക്കാൻ സാധിക്കും എന്ന ചിന്തയിൽ നിന്നാണല്ലോ റോഡുകളിൽ തന്നെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അത്തരമൊരു സംവിധാനമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അപകടങ്ങൾ കുറക്കാനും സൂക്ഷ്മതയോടുകൂടി വാഹനം ഓടിച്ച് ഇത്തരം പ്രയാസങ്ങൾ പരമാവധി ഇല്ലാതാക്കാനും കാരണമാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അഥവാ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുത്തുന്ന, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആ കാര്യങ്ങളിൽ നിന്നൊരു ഭൗതിക സംരക്ഷണമായി റോഡുകളിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകൾ സഹായകമായിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ വിശ്വാസികളെ, വിശ്വാസിനികളെ, അതുപോലെ തന്നെ നാം വേദനയോടെ പങ്കുവെക്കുന്ന ഒന്നാണല്ലോ നമ്മുടെ ജീവിതത്തിലെ, ഈ സമൂഹത്തിലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകൾ. നന്മകളിൽ നിന്നുള്ള സമൂഹത്തിന്റെ ഒളിച്ചോട്ടം അത് വലിയൊരു അപകടമാണ്. വലിയൊരു പ്രയാസകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന വലിയൊരു അപകടമാണ്. ഈ വലിയ അപകടത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന, നമുക്ക് ആത്മീയമായി സംരക്ഷണം നൽകുന്ന രണ്ട് ചിന്തകളെ കുറിച്ചാണ്, രണ്ട് കവചങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് റഹ്മാനായ റഹീമായ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ സദാ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ചിന്തയാണ്. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്.
ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു പറയാണ്, നിങ്ങളെ പതിയിരുന്ന അല്ലാഹു കൃത്യമായി അല്ലാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. കൃത്യമായി അല്ലാഹു നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. ലോകത്തുള്ള കോടാനുകോടി ജനങ്ങളെയും അവരുടെ ജീവിതത്തിലെ ഓരോ മൈക്രോ സെക്കൻഡുകളെയും അല്ലാഹു വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അഥവാ ഒരു മനുഷ്യനും എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അറിയാതെ പോകുന്നില്ല. ഈ ചിന്ത സഹോദരങ്ങളെ ചെറിയ ചിന്തയൊന്നല്ല. ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ ചിന്തിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു തിന്മ ചെയ്യാൻ കഴിയുക? അല്ലാഹുവിന്റെ മുമ്പില് അവൻ ഹറാമാക്കിയത്, അവൻ വിലക്കിയത്, അവൻ പാടില്ലെന്ന് പറഞ്ഞത് അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കെ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക? ഇതിനേക്കാൾ വലിയൊരു സംരക്ഷണം വേറെന്തുള്ളത്? അതുകൊണ്ടല്ലേ മഹാനായ ലുക്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞത്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. അല്ലാത്തൊരു ആയത്താണ്. മോനോട് പറയണം, മോനെ, മോനെ, പുന്നാര മോനെ, നീ ഒരു തിന്മ ചെയ്ത് അതൊരു കടുക് മണിയോളമാണെങ്കിൽ പോലും, ഒരു ചെറിയ കടുക് മണിയോളമാണെങ്കിൽ പോലും, അത് വലിയൊരു പാറക്കെട്ടിന്റെ അടിയിലോ ആകാശത്തിന്റെ എവിടെയാണെങ്കിലും ഭൂമിയുടെ എവിടെയാണെങ്കിലും മോനെ അള്ള കൊണ്ടുവരുമത്, അള്ള കൊണ്ടുവരും. ഇങ്ങനൊരു വിശ്വാസം നമ്മൾ വിശ്വസിച്ച് ചിന്തിച്ച് ആലോചിച്ച് പോവാണെങ്കിൽ സഹോദരങ്ങളെ, എങ്ങനെ നമുക്ക് തിന്മ ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്ക് ഹറാമ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ഒരു ദുർമാർഗിയായി നമുക്ക് ജീവിക്കാൻ സാധിക്കുക? ഇത് വലിയൊരു സംരക്ഷണം. ഈ ചിന്ത അങ്ങനെ തന്നെ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തെ എന്താ അറിയാം സഹോദരങ്ങളെ? രണ്ടാമത്തത് കേവലം നിരീക്ഷണം മാത്രമല്ല. കേവലം നിരീക്ഷണം മാത്രമല്ല, വിശ്വാസികളെ വർഷങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ നമ്മൾ പറഞ്ഞില്ലേ, എത്ര പെട്ടെന്നാണ് ഒരു വർഷം മുന്നോട്ട് പോയത്. അഥവാ നമ്മൾ ഇങ്ങനെ മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചിന്തിക്കേണ്ട പോയിന്റാണ്, എന്റെ തിന്മകളില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി, നന്മകളോടൊപ്പം ജീവിതത്തെ സഞ്ചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ചിന്ത നമുക്ക് ഉപകാരപ്പെടും. കേവലം നിരീക്ഷണമല്ല, മറിച്ച് എന്തൊന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ടോ, എന്തൊന്ന് അല്ലാഹു അറിയുന്നുണ്ടോ, എന്തൊന്ന് അല്ലാഹു കാണുന്നുണ്ടോ, എന്തൊന്ന് അല്ലാഹു കേൾക്കുന്നുണ്ടോ, അതെല്ലാം കൃത്യമായി അല്ലാഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് മറ്റൊരു ചിന്തയാണ്. വെറും നിരീക്ഷണം മാത്രമല്ല, എന്ത് അള്ള കാണുന്നുണ്ടോ, എന്ത് അറിയുന്നുണ്ടോ, എന്ത് റബ്ബ് മനസ്സിലാക്കുന്നുണ്ടോ, അതെല്ലാം വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്തു വെക്കുന്നുണ്ട്, രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചില്ലേ, വ ഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. കേട്ടായത്താണ്, പക്ഷേ ജീവിതത്തിൽ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരായത്താണ്. എങ്കിൽ എത്ര മനോഹരവും നമ്മുടെ ജീവിതം. ഈ സമൂഹം എത്ര പളുങ്ക് പോലത്തെ നല്ല ഹൃദയത്തിന്റെ ഉടമയായി മാറും ഈ രണ്ട് ചിന്ത ഉണ്ടെങ്കിൽ. തീർച്ചയായും നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്, കിറാമൻ കാതിബീൻ, രേഖപ്പെടുത്തി വെക്കുന്ന ചില മാന്യന്മാർ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, നിങ്ങളുടെ മേലിലുണ്ട്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് യഅലമൂൻ, അവരറിയുന്നു, അവർ കൃത്യമായിട്ട് അറിയുന്നു. ഈ പറയുന്ന സംസാരിക്കുന്ന ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, സംസാരിക്കുമ്പോ എന്റെ സംസാരം എന്താണ്, എന്റെ മനസ്സിലുള്ള ചിന്ത എന്താണ്, രണ്ടും രേഖപ്പെടുത്തുന്നു. നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്, നിങ്ങൾ കേൾക്കുന്നത് എന്താണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, എല്ലാം റബ്ബ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എല്ലാം ആ മാന്യന്മാരായ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്, വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നുകൊണ്ട് എല്ലാവരും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എല്ലാം ഒന്നും വിടുന്നില്ല സഹോദരങ്ങളെ, ഒന്നും വിടുന്നില്ല.
എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവർ നമ്മൾ എന്തെന്ന് ഉച്ചരിക്കുന്നുവോ അവരത് അറിയാതെ പോകുന്നില്ല. മാന്യന്മാരായ രണ്ട് മലക്കുകൾ അറിയാതെ പോകുന്നില്ല. ഈ രണ്ട് ചിന്തകളുണ്ടെങ്കിൽ സഹോദരങ്ങളെ, എങ്ങനെയാ നമുക്കൊരു തിന്മ ചെയ്യാൻ തോന്നുക? എങ്ങനെയാ ജീവിതം ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തോന്നുക? എങ്ങനെയാ അന്യായം പ്രവർത്തിക്കാൻ തോന്നുക? എങ്ങനെയാ കളവ് പ്രവർത്തിക്കാൻ തോന്നുക? ഈ രണ്ട് ചിന്ത ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തിന്മകൾ അവസാനിച്ചു. 6 ആയത്തല്ലേ ഞാൻ ഓതിയിട്ടുള്ളൂ. വിശുദ്ധ ഖുർആനിൽ എമ്പാടും ആയത്തുകളിൽ നിന്ന് 6 ആയത്തെ ഞാൻ ഓതിയിട്ടുള്ളൂ. 6 ആയത്ത്. ആ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി, അത് മാത്രം ഹൃദയത്തിൽ കൊണ്ട് നടന്നാൽ മനുഷ്യരെ നിങ്ങൾ മനുഷ്യരായി, മനുഷ്യരെ നിങ്ങൾ മാന്യരായി, മനുഷ്യരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന ഏറ്റവും നല്ല മാർഗം വെട്ടിത്തെളിക്കപ്പെട്ടൊരു മനുഷ്യനായി മാറി, ഒരു വിശ്വാസിയായിട്ട് മാറി. ഈ 6 ആയത്ത് കൊണ്ട് നടന്നാൽ മതി അല്ലെ? തിന്മകൾ മാറി നന്മകളോടൊപ്പം സഞ്ചരിച്ച് ആത്മീയ സംരക്ഷണം ലഭിച്ച് ഇഹലോക ജീവിതവും പരലോക ജീവിതവും മനോഹരവും. ഒരു സംശയമില്ല, ഈ 6 ആയത്ത് നമ്മൾ അങ്ങനെ തന്നെ ഈ രണ്ട് ചിന്തകൾ ചിന്തിച്ച് മുന്നോട്ട് പോയ. പക്ഷേ ചിലരൊക്കെ പരിഹസിക്കണം. എല്ലാം അറിയുന്ന റബ്ബ് പിന്നെന്തിനാ ഞങ്ങളുടെ റബ്ബ് നിനക്ക് ഇത് വെക്കേണ്ട ആവശ്യം അല്ലെ? പരിഹസിക്കണം ചില ആളുകൾ ഇതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. ജീവിതത്തിൽ ഒട്ടേറെ ചിന്തകൾ നടത്തുന്നുണ്ട്. ഒരു കാര്യം എന്തെങ്കിലും ചോദിച്ചാൽ അതിനെ ദീർഘവീക്ഷണം നടത്തിയിട്ട് അതിന്റെ പരിക്കുകൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് ഒരു തീരുമാനമാക്കി തരും. പക്ഷെ ഈ ചിന്ത മാത്രം ഉണ്ടാവില്ല ജീവിതത്തിൽ. ഈ രണ്ട് ചിന്ത ഉണ്ടാവില്ല. ബാക്കിയെല്ലാം ചിന്തിക്കും. പക്ഷെ ഈ രണ്ട് ചിന്തകൾ ചിന്തിക്കാനോ ആലോചിക്കാനോ ഒന്നും സമയമല്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ ആലോചിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകണം. ഗൗരവം കൊടുക്കണില്ല, ഒരു നിസ്സാരവൽക്കരിക്കുകയാണ്. അതല്ലേ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? ആർഭാടങ്ങളും ആനന്ദങ്ങളും ആഘോഷങ്ങളും വേണ്ടാത്തരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു ചിന്തല്ല മനുഷ്യര്, ഇങ്ങനൊരു ചിന്തല്ല സഹോദരങ്ങളെ, വിശ്വാസികളെ. നമ്മുടെ ജീവിതത്തിലെങ്കിലും നമുക്കെങ്കിലും ഇങ്ങനൊരു ചിന്ത ഉണ്ടാവണം. നമുക്കെങ്കിലും ഇങ്ങനൊരു ചിന്ത ഉണ്ടാവണം. എന്തിനാ സഹോദരങ്ങളെ ഈ സിസ്റ്റം ഉണ്ടാക്കിയതല്ല? ഇങ്ങനൊരു സിസ്റ്റം തന്നെ ഒരാൾ റബ്ബ് നിരീക്ഷിക്കുന്നു, എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നു എന്ന സിസ്റ്റം റബ്ബ് എന്തിനാ ഉണ്ടാക്കിയത്? അത് നമ്മുടെ ജീവിതം സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകാനാ. സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോയി വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാ. എന്തിനാ AI ക്യാമറ? വണ്ടി തൊട്ടടുത്ത് ക്യാമറയുടെ ബെൽറ്റ് ഇടണേ, അങ്ങനല്ലേ? ഹെൽമെറ്റ് ഇടണേ, അങ്ങനല്ലേ നമ്മൾ പറയാറുള്ളത്? തൊട്ടടുത്ത് നിരീക്ഷിക്കാൻ ഒരു സംഗതി ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. ആ ശ്രദ്ധക്ക് വേണ്ടിയാണ് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു പതിയിരുന്ന് നിരീക്ഷിക്കുന്നത് അതിനു വേണ്ടിയാണ്. അല്ലാഹു വെറുതെ അല്ല ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത്, സൂക്ഷ്മതയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി. എന്തിനാ? വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. വലിയൊരു അപകടത്തിൽ കേവലം സഹോദരങ്ങളെ, ഈ രേഖപ്പെടുത്തി വെക്കലും ഈ നിരീക്ഷണങ്ങളും അപ്പൊ കഴിയുന്ന ഒന്നാണോ സഹോദരങ്ങളെ? ഒരു 500 രൂപ ഫൈൻ കിട്ടുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാരെ നമ്മള് ചിലപ്പോ അതൊക്കെ അവിടെ അവസാനിക്കും. പക്ഷേ ഈ രേഖപ്പെടുത്തലും നിരീക്ഷിക്കലും അപ്പൊ അവസാനിക്കുന്ന ഒന്നാണോ? അല്ല സഹോദരങ്ങളെ, ഇതിനൊരു അനന്തരഫലം വരാനുണ്ട്. എപ്പോഴാ? അടുത്ത നിമിഷം ഇതിനൊരു അനന്തരഫലം വരാനുണ്ടെന്നാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ വമാ അദ്റാക മാ സിജ്ജീൻ കിതാബുൻ മർഖൂം. ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ഓടുന്നത്, നമ്മളെ കോതി ആയത്തുകളാ. എന്താ പറയാണ്? ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. നിസ്സംശയം, ഒരു സംശയവും വേണ്ട, ദുർമാർഗരുടെ രേഖ അല്ലാഹു മരിക്കുന്നതോടുകൂടി സിജ്ജീനിൽ വെക്കപ്പെടും. മരിക്കുന്നതോടുകൂടി ഈ രേഖകളൊക്കെ അല്ലാഹു എഴുതി തിട്ടപ്പെടുത്തിയിട്ട് സിജ്ജീനിൽ വെക്കും. ദുർമാർഗികളുടെ, തെറ്റായി ജീവിച്ചവരുടെ രേഖകൾ. വമാ അദ്റാക മാ സിജ്ജീൻ. നബിയേ, താങ്കൾക്ക് സിജ്ജീൻ എന്താണെന്നറിയുമോ? കിതാബുൻ മർഖൂം. അത് എഴുതപ്പെട്ടൊരു ഗ്രന്ഥാണ്. തീർന്നിട്ടില്ല. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബുൻ മർഖൂം.
എന്നാൽ നേരാഴ വഴിയിൽ ജീവിച്ച ആളുകളുടെ രേഖകളുണ്ടല്ലോ, കിതാബുണ്ടല്ലോ, അത് ഇല്ലിയൂനിലേക്ക് വെക്കപ്പെടും. വമാ അദ്റാക മാ ഇല്ലിയൂൻ, നബിയെ എന്താണ് ഇല്ലിയൂൻ? കിതാബുൻ മർഖൂൻ, അത് എഴുതപ്പെട്ടൊരു ഗ്രന്ഥമാണ്. ഈ രണ്ട് നേർമാർഗത്തിൽ ജീവിച്ച ആൾക്കാരുടെ രേഖകൾ ഇല്ലിയൂനിലും അതുപോലെ തന്നെ ദുർമാർഗത്തിൽ ജീവിച്ച ആളുടെ രേഖകൾ സിജ്ജീനിലും രേഖപ്പെടും മരിക്കുന്നതോടുകൂടി. എങ്ങനെയാ വെക്കുക? അല്ലാഹു അഅലം. എങ്ങനെയാണ് അത് സംവിധാനിച്ചത്? അല്ലാഹു അഅലം, നമുക്കറിയാം. പക്ഷെ റബ്ബ് പറയാണ് വെക്കപ്പെടും. തീർന്നിട്ടില്ല സഹോദരങ്ങളെ. പിന്നീട് മഹ്ശർ എന്നൊരു ലോകം വരാനുണ്ട്. മഹ്ശർ എന്നൊരു ലോകം വരാനുണ്ട്. ആദം നബി മുതലുള്ള ആ മനുഷ്യര് മുഴുവൻ അന്ത്യനാളിൽ ജനിച്ചു വീണ കുട്ടി വരെ ഹാജരാക്കപ്പെടുന്ന പഞ്ചഭുജമടച്ച് അങ്ങനെ കഴിയേണ്ടി വരുന്ന ഒരു ലോകം വരാനുണ്ട്. മഹ്ശർ എന്ന ലോകം വരാനുണ്ട്. ആ ലോകത്ത് മുഴുവൻ മനുഷ്യരെയും അല്ലാഹു ഹാജരാക്കപ്പെടും. എന്നിട്ടോ വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയ, കുല്ലു ഉമ്മത്തിൻ ജാസിയ, കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹാ അൽയൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ. അല്ലാഹു പറയാണ് വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയ, എല്ലാ സമുദായങ്ങളെയും മുട്ടുകുത്തിയ നിലയിൽ അല്ലാഹുവിന്റെ റസൂലെ താങ്കൾക്ക് അവിടെ കാണാം. എല്ലാ സമുദായത്തെയും എല്ലാ ആളുകളെയും മുട്ടുകുത്തിയവനായിട്ട് നാളെ പരലോകത്ത് കാണാം. കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹാ, ഓരോ സമുദായവും അതിന്റെ രേഖയിലേക്ക് വിളിക്കപ്പെടും. എല്ലാവരുടെ കയ്യിലേക്ക് രേഖ കൊടുക്കും, ധർമ്മരേഖ കൊടുക്കും എല്ലാവരുടെ കയ്യിലേക്കും. അൽയൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനിതാ ഇന്നിതാ വിധി പറയാൻ പോകുകയാണ്. ഇന്ന് പ്രതിഫലം കിട്ടാൻ പോവാണ്. നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത്, 63 വയസ്സ് ഇവിടെ ജീവിച്ചിട്ട് ആ മൈക്രോ സെക്കൻഡ് മുഴുവൻ എന്താണോ ചെയ്തത് അതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന കിതാബ് മുട്ടുകുത്തിയവനായിട്ട് പരലോകത്ത് ഹാജരാകുന്ന സന്ദർഭത്തിൽ അല്ലാഹു ഇങ്ങനെ കൈവെള്ളയിൽ വെച്ചു തരും. അതിലെല്ലാം ഉണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിലെല്ലാം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നിട്ടോ ഇഖ്റാ കിതാബക, ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. ഗ്രന്ഥം വായിക്കും, ഗ്രന്ഥം വായിക്കും, നിങ്ങളുടെ രേഖ വായിക്കും. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. അത് മാത്രം മതി നിങ്ങളെ വിചാരണ ചെയ്യാൻ, നിങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനാകാൻ. ആ രേഖ മതി, അത് മാത്രം മതി. അത് വായിക്കും. മനുഷ്യരോട് പറയുന്നതാണ്. ചിന്തിക്കുണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ സഹോദരങ്ങളെ? നമ്മൾ ചിന്തിക്കുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ സഹോദരങ്ങളെ നമ്മൾ എത്ര രൂപത്തിൽ നന്മകളിലും തിന്മകളിൽ നിന്നും മാറി നന്മകളോടൊപ്പം നമ്മൾ സഞ്ചരിക്കും. എന്നിട്ടോ ആ കിതാബ് അങ്ങനെ കയ്യിൽ കിട്ടും, വായിക്കാൻ പറയും. വവുദിയൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫികീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. വവുദിയൽ കിതാബ്, വവുദിയൽ കിതാബ്, കിതാബ് അങ്ങനെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കും, കയ്യിൽ വെച്ചു കൊടുക്കും. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി. നബിയെ ഒരു രംഗം വരാറുണ്ട്, വല്ലാത്തൊരു കാഴ്ച നിനക്ക് നബിയെ അവിടെ കാണാം. മുജ്രിമീന മുശ്ഫിഖീന, ഈ തെമ്മാടികളായിട്ടുള്ള ആളുകൾ, തോന്നുന്നത് പോലെ ജീവിച്ച ആളുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് തോന്നുന്നത് പോലെ ആയുസ് കഴിച്ചു കൂട്ടിയ ആളുണ്ടല്ലോ. നബിയെ നിനക്കവിടെ കാണാം. നബിയെ മുശ്ഫിഖീന ഫീഹി, അവരിങ്ങനെ പേടിച്ച് വറച്ച് ഭയവിഹ്വലരായി കഴിഞ്ഞുകൂടുന്ന വല്ലാത്തൊരു രംഗം നബിയെ നിനക്കവിടെ കാണാം. ഇവിടെ എന്തല്ലായിരുന്നു അന്നപ്പോ അങ്ങനെ ചെയ്താല്, അന്നപ്പോ അങ്ങനെ നോക്കിയാല് എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകള് മുശ്ഫിഖീന മിമ്മാ ഫീഹി, ഭയവിഹ്വലരായി പേടിച്ച് വറച്ചിട്ട് കിതാബ് വാങ്ങുന്ന ഒരു രംഗം നബിയെ നിനക്ക് കാണാം. വയഖൂലൂന, അവർ പറയുമെന്നാണ്, യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, എന്റെ നാശമേ, എന്റെ നാശമേ, നമ്മുടെ നാശമേ, ഇതെന്തൊരു കിതാബാണ്, ഇതെന്തൊരു കിതാബാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ.
ചെറുതും വലുതുമായ ഒന്നും ഇതിൽ വിട്ടേച്ചു പോയിട്ടില്ലല്ലോ. 63 വർഷവും 73 വർഷവും 40 വർഷവും 17 വർഷവും 37 വർഷമൊക്കെ ജീവിച്ചിട്ട് ഓരോ മൈക്രോ സെക്കൻഡിലും ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നും അല്ലാഹു വിട്ടേച്ചു പോയിട്ടില്ലല്ലോ. മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ് റബ്ബേ. അഹങ്കാരികൾ പോലും ഞാൻ അങ്ങനെ പറയാം. ഇതെപ്പോഴാ? മരിച്ച ഉടനെ പിന്നെ അതിന്റെ സ്റ്റെപ്പുകൾ ആരംഭിക്കണം. എന്തൊരു കിതാബാണ്. ഇല്ല അഹ്സാഹ, ഒന്നും വിട്ടേച്ചു പോയിട്ടില്ലല്ലോ. വവജദൂ മാ അമിലൂ ഹാദിറാ, ഞങ്ങൾ പ്രവർത്തിച്ചതേ ഇതിലുള്ളൂ, നിങ്ങൾ പ്രവർത്തിക്കാത്തതൊന്നും ഇതിലില്ല. വലാ യദ്ലിമു റബ്ബുക അഹദ, അല്ലാഹു ഒരിക്കലും അന്യായം കാണിക്കൂല, ഒരു അക്രമവും അല്ലാഹു കാണിക്കൂല. അത് ഞാനിപ്പോ ചെയ്യാത്തതിലുണ്ടോ എന്ന് റബ്ബിനോട് പറയാൻ ഒരവസരമില്ല. അവിടെ ചെയ്തതേ ഉള്ളൂ, ഒക്കെ അതിൽ രേഖപ്പെട്ട് കിടക്കേണ്ട സഹോദരങ്ങളെ. അതുകൊണ്ട് കേവലം നിരീക്ഷണം മാത്രമല്ല, രേഖപ്പെടുത്തി വെക്കൽ മാത്രമല്ല, കിതാബ് കയ്യിൽ വെച്ച് എല്ലാം അതിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു വല്ലാത്തൊരു ലോകം, അതിനെ അഭിമുഖീകരിക്കുന്ന ഒരു ലോകം വരാനുണ്ട്. പിന്നെ ചില രംഗങ്ങളുണ്ട് സഹോദരങ്ങളെ, കിതാബ് കയ്യിൽ കിട്ടുന്ന ചില രംഗങ്ങളാണ്. കിതാബ് കയ്യിൽ കിട്ടുന്ന ചില രംഗങ്ങൾ എവിടെ? പരലോകത്ത്. വഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി ഫസൗഫ യദ്ഉ സുബൂറാ വയസ്ലാ സഈറാ ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ ഇന്നഹു ളന്ന അല്ലൻ യഹൂറാ. പറയാണ്, ചില ആളുകൾക്ക് അള്ളാഹു കിതാബ് കൊടുക്കും. ഏതൊരുവൻ അള്ളാഹു ചില ആളുകൾക്ക് കിതാബ് കൊടുക്കുന്നത് എങ്ങനെയാ കിതാബ് കൊടുക്കുക? പിറകു വശത്തോടു കൂടി കിതാബ് കൊടുക്കും, മുതുകിന്റെ ഭാഗത്തോടു കൂടി, പിറകു വശത്തോടു കൂടി ചില ആളുകൾക്ക് കിതാബ് കൊടുക്കും. അത് കിട്ടുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവും, എന്റെ നാശമേ എന്നവൻ വിളിക്കും. എന്റെ നാശമേ എന്ന് അത് കിട്ടുന്ന മുറക്ക് തന്നെ പിറകു വശത്ത് കിതാബ് കിട്ടുമ്പോ അവൻ എന്റെ നാശമേ, എന്റെ കഷ്ടമേ എന്ന് നിലവിളിക്കും. അളിക്കത്തുന്ന നരകാഗ്നിയിൽ കടന്നെരിയുകയും ചെയ്യും. അങ്ങനെ കിതാബ് കിട്ടുന്ന ആളുകള് അവൻക്ക് മനസ്സിലാവും, എന്റെ ജീവിതം പരാജയപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഔട്ടാണ്, ഞാൻ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. എന്നിട്ട് അവനെ നരകത്തിലേക്ക് കടത്ത്, അവനെ നരകത്തിലേക്ക്, അവനെ എരിയുന്ന ആ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയും. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ, തീർച്ചയായും അവൻ അവന്റെ സ്വന്തക്കാർക്കിടയിൽ സന്തോഷത്തോടെ കഴിയുന്നവനായിരുന്നു. ദുനിയാവില് അടിച്ചു പൊളിച്ച് കുടുംബസമേതം അടിച്ചു പൊളിച്ച് ജീവിച്ചവനായിരുന്നു. പക്ഷേ അവസ്ഥ നോക്കിയേ എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇന്നഹു, കേൾക്കണേ, ഇന്നഹു ലന്ന അല്ലൻ യഹൂറ, ഇന്നഹു ലന്ന അല്ലൻ യഹൂറ, ഇന്നഹു ലന്ന അല്ലൻ യഹൂറ. തീർച്ചയായും അവൻ മനസ്സിലാക്കിയത് ഇങ്ങനൊരു മടങ്ങി വരുമെന്നില്ല എന്നാണ്. ഇങ്ങനെ ഒരു മടങ്ങി വരും ഇത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല. നമ്മള് ചോദിക്കാറില്ല, ഈ കളി കണ്ടാൽ മരിച്ചു പോണ്ടേ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അതുപോലെയാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. അവൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊന്നും വലിയൊരു ഗൗരവമില്ല, മരിച്ചാൽ അങ്ങനെ തീർന്നു. പല രൂപത്തിലാണ് മനസ്സിലാക്കിയത്, അല്ലേ? വല്ല ഗൗരവം കൊടുത്തിട്ടില്ല. ഇന്നഹു ലന്ന അല്ലൻ യഹൂറ, ഇങ്ങനൊരു മടങ്ങി വരവ്, ഇങ്ങനൊരു രംഗം അവൻ ചിന്തിച്ചിട്ട് പോലുമില്ല. മറ്റെന്തറിയോ? വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ. ചില ആളുകൾക്ക് ഇടതുഭാഗത്താണ് ഗ്രന്ഥം കൊടുക്കുക, ഇടതുഭാഗത്തോടെ ഗ്രന്ഥം കൊടുക്കും ചില ആളുകൾക്ക്. എന്നിട്ടോ അവൻ പറയാ, ലൈതനി, എന്റെ നാശമേ, എന്റെ കഷ്ടമേ, ലം ഊത കിതാബിയ, എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായേ. ഇതൊന്നും കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായേ, അല്ലേ? പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും ക്ലാസ്സിൽ എങ്ങനെയാ ആൻസർ ഷീറ്റ് പോണോക്കുമ്പോ വേണ്ട സാറേ എന്നാരാ പറയാ? പഠിക്കാത്ത കുട്ടികളെ പറയാ, എഴുതാത്ത കുട്ടികളെ പറയാം. വേണം സാറേ എന്നാരാ പറയാ? സാറേ നമുക്ക് വേണമെന്ന് പഠിച്ച് വിജയിച്ച് കൃത്യമായിട്ട് എഴുതി കുട്ടികളെ പറയാം.
ദുനിയാവിലൊക്കെ നടക്കില്ല. പരലോകത്തും മനുഷ്യൻ പറയുന്നത് ഇതെന്റെ കയ്യിൽ കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായനെ. വലം അദ്രിമാ ഹിസാബിയ, എന്റെ വിചാരണ എന്തെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ, ഇങ്ങനൊരു വിചാരണ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായനെ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ആ മരണത്തോടുകൂടി എല്ലാം അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന രംഗം, മനുഷ്യൻ ചിന്തിച്ചു പോകുന്ന രംഗം. ഇടത് കയ്യിൽ കിതാബ് കിട്ടും, ആ മരിച്ചോടുകൂടി എല്ലാം തീർന്നിട്ടുണ്ടെങ്കിൽ എത്ര നന്നായനെ. സമ്പന്നനായിരുന്നു, കോടിപതിയായിരുന്നു, ഒരുപാട് സമ്പത്ത് എനിക്കുണ്ടായിരുന്നു. എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചിട്ടില്ല. സമ്പാദിക്കാൻ കൊണ്ട് ഓടിച്ചാടി നടന്ന ദുനിയാവില് ഒരു ബിസിനസ്, മറ്റൊരു ബിസിനസ്, അതൊന്നും ഇസ്ലാം തെറ്റായിട്ട് കൽപ്പിച്ചിട്ടില്ല. പക്ഷെ അത് മാത്രമേ എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. എന്റെ അധികാരം ദുനിയാവില് വലിയൊരു അധികാരിയും സ്വേച്ഛാധിപതിയും എല്ലായിരുന്നു, പക്ഷേ എനിക്ക് അതുവരെ ഉപകാരപ്പെട്ടിട്ടില്ല. പിടിക്കവനെ, പിടിച്ച് ബന്ധസ്ഥനാക്കണവനെ. എന്നിട്ട് അവനെ നരകത്തിന്റെ ആഴിയിലേക്ക് എടുത്തെറിയെന്ന് അല്ലാഹു ഓർഡർ കൊടുക്കും. അല്ലാഹു കാത്തിരിക്കട്ടെ. ഇതാണ് പരലോകത്ത് സംഭവിക്കുന്നത്. 70 മുഴം നീളമുള്ള ഒരു ചങ്ങലയിൽ അവനെ പ്രവേശിപ്പിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയും. മറ്റൊരു വിഭാഗത്തെ വലതുഭാഗത്ത് കിതാബ് കിട്ടുന്ന ആളുകൾ, വലതുഭാഗത്ത് കിതാബ് ലഭിക്കുന്ന ആളുകൾ വല്ലാത്തൊരു രംഗ. വലതുഭാഗത്തേക്ക് കിട്ടിയാൽ പറയും എന്റെ ഗ്രന്ഥം ഇതൊന്ന് വായിച്ചു, എന്റെ ഗ്രന്ഥം ഇത്. ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാ. ഇതെന്റെ ഗ്രന്ഥാണിത്, ഇതൊന്ന് വായിച്ചു നോക്കി. കുട്ടികൾ പറയല്ലേ, നല്ല മാർക്കിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, മോശം മാർക്കിട്ട് രക്ഷിതാക്കൾ പോലും കാണിച്ചു കൊടുക്കും. പക്ഷേ അവിടെ വലത് ഭാഗത്ത് കിട്ടിയ ആളുകൾ പറയൂ, എന്റെ ഗ്രന്ഥമാണെന്ന് വായിച്ചു നോക്ക്, ഒന്ന് നോക്കിയത്. പോയിന്റ് അതാണ്. തീർച്ചയായും ഞാൻ വിചാരിച്ചിരുന്നു എന്റെ വിചാരണ നേരിടേണ്ടി വരും, ഇങ്ങനെ ഒരു മരണമെന്നുണ്ടെന്നോ മരണത്തിന് ശേഷം ഒരു വിചാരണ ഉണ്ടെന്നോ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതാണ് പോയിന്റ്. അങ്ങനെ ചിന്തിച്ചാലോചിച്ച് മുന്നോട്ട് പോയാൽ കിതാബിൽ ഇങ്ങനെ കാണിച്ച് വലതു ഭാഗത്ത് ലഭിക്കുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടാൻ പറ്റും. അതിനാൽ അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്, സ്വർഗത്തിലാണ്. പിന്നീട് അവിടെ മരണമുണ്ടോ, പിന്നീട് അവിടെ വേദനയുണ്ടോ, പിന്നീട് അവിടെ സങ്കടമുണ്ടോ, പിന്നീട് അവിടെ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ? ആ സ്വർഗത്തിൽ അവൻ ഉണ്ടാകുക. എന്താ ഓന്റെ വിചാരം? ഞാനൊരു വിചാരണ നേരിടുന്നു, ഒരു കാര്യം ചെയ്യുമ്പോ എന്റെ റബ്ബ് കാണുന്നുണ്ട്, അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, നാളെ പരലോകത്ത് ചോദിക്കും. അങ്ങനെ ചിന്തിച്ചവനാണ് സ്വർഗത്തിലെത്തിയത്. അങ്ങനെ ചിന്തിക്കാത്തവനോ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് സഹോദരങ്ങളെ പോയത്. അതുകൊണ്ട് ചിന്തിക്കുക. ഓരോ വർഷങ്ങളെ കഴിഞ്ഞു പോവല്ലേ, പുതിയ തീരുമാനങ്ങൾ എടുക്കുക, പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ഇങ്ങനൊക്കെ മുന്നോട്ട് പോകുമ്പോഴും സമൂഹത്തിൽ ജീവിതം ഒന്നേ ഉള്ളൂ കേട്ടോ. അടിച്ചു പൊളിച്ചെന്നൊക്കെ പറയാൻ ആളുണ്ടാവും. അതൊക്കെ വെറും വാക്കാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പറയണത്? അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, ഈ ലോകം സൃഷ്ടിച്ചതും ഈ സംവിധാനിച്ചതും ഒക്കെ അള്ളയാണ്. ജീവിതത്തിൽ ഏത് അനുഗ്രഹങ്ങൾ ചെറുതോ വലുതോവാട്ടെ ആസ്വദിക്കുന്നുണ്ട്, എല്ലാം തന്നെയാണ്. ആ അള്ളാഹു ഒരു വ്യവസ്ഥിതി ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു പരിധിയും പരിമിതിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, നിയമങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോകാതെ ജീവിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവിടെ ജീവിതം ഒന്നുള്ളൂ, അടിച്ചു പൊളിച്ചോ എന്നൊക്കെ പറയാൻ ആളുകൾ ഉണ്ടാവും അല്ലെ. ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ ആളുണ്ടാവും. ഇങ്ങനെയൊക്കെ ജീവിക്കണടോ, അതൊക്കെ ഇങ്ങനെ ശാഠ്യം പിടിക്കണതോ എന്നൊക്കെ ചോദിക്കാൻ. ഇങ്ങനെ ഒരാൾ ദീനിയായിട്ട് ജീവിച്ചാൽ തന്നെ ഓനൊരു ദീനി അല്ലെ. വീട്ടിലൊരു കല്യാണം നടക്കുന്ന സമയത്ത് ആ പാട്ടുകൂട്ടൊന്നും ഇവിടെ വേണ്ടെന്നോ, ഓ ഒരു ദീനിന്റെ ആള് എന്ന് പരിഹസിക്കാൻ ആളുണ്ടോ. ഉറച്ചു നിന്നു ആ നിലപാടിൽ, നാളെ പരലോകത്ത് സ്വർഗം കിട്ടും സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതം
അത് അങ്ങനെ സംസ്കരിച്ച് മുന്നോട്ട് പോകാൻ ഈ ചിന്തകളോടെ ജീവിക്കുക. അർഹമുറാഹിമായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.